പ്രഭു അയോധ്യയില് കുട്ടിക്കാലങ്ങളെല്ലാം കഴിഞ്ഞു, ബാല്യാവസ്ഥയിലെത്തി. അതിൽ നിന്നും മേലെ കയറി പ്രായപൂർത്തിയായില്ല. ആ സമയത്ത് ദശരഥനും മറ്റു മുനിമാരും സജീവന്മാരും എല്ലാവരും ചേർന്ന് ഒരു പ്രധാന കാര്യം ആലോചിച്ചു. ആ രാജീവലോചനന് അനുയോജ്യയായ ഒരു വധു വലിയ പാടാണ്. അനുയോജ്യനായ ഒരു വരനും അനുയോജ്യയായ ഒരു വധുവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ തൃക്കല്യാണം, ആ വിവാഹം കാലാന്തരത്തിൽ ഉണ്ടാവും. അത് ഇപ്പോഴേ അതിനെ അന്വേഷിക്കണം. എങ്കിലേ നല്ല ഗുണമുള്ള കുലസ്ത്രീയെ കിട്ടുള്ളൂ. സ്ത്രീകൾ രണ്ടു വിധമുണ്ട്. ഫാമിലി ഗേൾ ഉണ്ട്, സൊസൈറ്റി ഗേൾ ഉണ്ട്. ഇത് കുലസ്ത്രീയാണ്. സൊസൈറ്റി ഗേൾ ആണെങ്കിൽ സൊസൈറ്റിയിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ ആ ലോകത്തിലുള്ള ജീവിതം അനുഷ്ഠിക്കുന്നവരായിരിക്കും. ഫാമിലി ഗേൾ ആണെങ്കിൽ അവർക്ക് അവരുടേതായി തന്നെ കുടുംബ പാരമ്പര്യവും കുലമഹിമയും അതിനനുസരിച്ച് കുടുംബത്തിലെ ഓരോ ആചാരങ്ങളും അനുസരിച്ച് മര്യാദകളും അനുസരിച്ച് അങ്ങനെ ജീവിക്കുന്നവരാണ്. സൊസൈറ്റി ഗേളിന് അതിന് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് എന്താ പറയാ, നാടോടുമ്പോ നടുവേ ഓടണം, അതേമാതിരിയാണ്. അതിപ്പോ സൊസൈറ്റി ബോയ്സ് ആയാലും അങ്ങനെയാണ്, സൊസൈറ്റി ഗേൾസ് ആയാലും കലിയുഗത്തില് അങ്ങനെയാണ്. അപ്പൊ ഇത് ത്രേതായുഗത്തില് നടക്കുന്ന സംഭവമാണ്. അപ്പൊ ഈ ത്രേതായുഗമല്ല, കലിയുഗത്തിലാണെങ്കിലും നമുക്ക് എന്താ പറയാ, ഫാമിലി ഗേൾ ആയിട്ടിരിക്കാനും ഫാമിലി ബോയ് ആയിട്ടിരിക്കാനൊക്കെ പറ്റും വിചാരിച്ചാൽ. അപ്പോ അങ്ങനെ ഒരു അനുരൂപയായ ഒരു വധുവിനെ വേണം. എല്ലാരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ ദശരഥൻ വിചാരിച്ചാൽ പറ്റില്ലല്ലോ, അല്ലെ? ദശരഥൻ വിചാരിച്ചാൽ പറ്റില്ല. അതിനു വേണ്ടി ദൈവനിശ്ചയമായിട്ടൊരു മുനിയുണ്ട്. അതാണ് വിശ്വാമിത്രൻ. വിശ്വാമിത്ര മുനിക്ക് എന്താ പറയാ, വിശ്വാമിത്ര മുനിയാണ് ഏറ്റവും ലോകത്തിന് മൊത്തമായിട്ട് ഉപകാരം ചെയ്ത ഒരു പരമശ്രേഷ്ഠനായ മുനി. ഇടയ്ക്ക് ശാപം വീണ് ചില മണ്ടത്തരങ്ങൾ കാണിക്കുമെങ്കിലും പക്ഷെ വിശ്വാമിത്രനെ പോലെ ഒരു തപശ്ചര്യകള്, ആ ഒരു ഡിറ്റർമിനേഷൻ ഒരു മുനിക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശ്വാമിത്ര മുനിയുടെ കഥയും അദ്ദേഹത്തിന്റെ വംശവും ഏകദേശം 14-15 സർഗത്തിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെതാണ്. ആ ഒരു വ്യക്തിയെ കുറിച്ചാണ്. അഗസ്ത്യനെ കുറിച്ചില്ല, വസിഷ്ഠനെ കുറിച്ചില്ല, ആ മാമുനിമാരെ കുറിച്ചൊന്നുമില്ലെങ്കിലും വിശ്വാമിത്രനെ കുറിച്ച്. ആ വിശ്വാമിത്ര മുനി ഈ ലോകത്തിന്, വിശ്വാമിത്രൻ എന്ന പേരെ ഈ വിശ്വത്തില് മിത്രമായിട്ടുള്ളവരെന്നാണ്. വിശ്വാമിത്രം എന്ന് പറഞ്ഞാൽ വിശ്വത്തിലുള്ള എല്ലാ പേർക്കും മിത്രമായിട്ട്. ഒരു മിത്രത്തിൽ നിന്ന് എന്താ കിട്ടുക നമുക്ക്? മിതാത് ത്രായത്തെ ഇത് മിത്ര. പല കഷ്ടങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും, അതാണ്. അപ്പൊ പല കഷ്ടങ്ങളിൽ നമ്മൾ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വാമിത്രൻ ചെയ്യുന്നത്? കഠോരമായ തപശ്ചര്യകൾ അനുഷ്ഠിക്കും. അപ്പൊ വിശ്വാമിത്രന്റെ കഥയൊക്കെ നമുക്ക് നാളെ പറയാം. അതേമാതിരി തന്നെ അദ്ദേഹം ഗായത്രി മന്ത്രത്തിന് ചിട്ടപ്പെടുത്തിയെടുത്തു. അതിനും ഉപരിയായിട്ട് ഏറ്റവും വലിയൊരു കാര്യം ചെയ്തത് ഈ ലോകത്തിന് വേണ്ടി ഭഗവാന് ജാനകിയെ കൊടുത്തതാണ്. വിശ്വാമിത്ര മുനിയാണ് ഈ വിവാഹം നടക്കുവാൻ കാരണമായത്. അപ്പൊ ആ ഒരു രീതിയിൽ, ഏതൊരു രീതിയിലും വിശ്വാമിത്രൻ വളരെ ഉത്തമനായുള്ള ഋഷിയാണ്. ബ്രാഹ്മണനല്ലായിരുന്നു കേട്ടോ, എങ്കിലും അദ്ദേഹം ബ്രഹ്മഋഷി പദം നേടി. അതാണ് നാളെ പറയുന്ന കഥ. ക്ഷത്രിയനാണ്. അപ്പോ ക്ഷത്രിയൻ ബ്രാഹ്മണനായി എന്നാണ്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭാഗവത സത്ര കഥകളിലൊക്കെ പറയുണ്ടായത് എന്താ പറയാ, ജന്മന ജായത്തെ ശൂദ്ര സംസ്കാരേ ഭവേദ്വിച്ച വേദ പഠന്തി വിപ്ര ബ്രഹ്മജ്ഞാനാതിഥി ബ്രാഹ്മണ. അപ്പൊ ബ്രാഹ്മണ കുടുംബത്തിൽ പറഞ്ഞവരല്ല ബ്രാഹ്മണൻ. അപ്പൊ പലരും ഈ ബ്രാഹ്മണരെ കാസ്റ്റായിട്ടും
അതേമാതിരി ആര്യന്മാരായിട്ട്, ബാക്കിയുള്ളവരൊക്കെ ദ്രാവിഡന്മാരായിട്ടും ഒരു കാസ്റ്റ് രീതിയിൽ കാണുന്നുണ്ട്. അത് ശരിയായ രീതിയിലുള്ള ദർശനമല്ല. ആ വൈദിക ദർശനം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, 4 വർണ്ണങ്ങള് ക്വാളിറ്റി, അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച്, ഗുണങ്ങൾ അനുസരിച്ചിട്ടാണ് എന്ന് പറയുന്നത്. അപ്പോ വിശ്വാമിത്ര മുനി ക്ഷത്രിയനായിട്ട് വന്നെങ്കിലും മഹാബ്രാഹ്മണനായിട്ട് മാറി. പരശുരാമൻ ബ്രാഹ്മണനായിട്ട് വന്നെങ്കിലും ക്ഷത്രിയ ജോലിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ജാതി വ്യവസ്ഥയെ ഇവിടെ തുടച്ചു നിൽക്കുകയാണ്. ജാതിയല്ല, വർണ്ണമാണ് ഇവിടെ. അങ്ങനെ വിശ്വാമിത്ര മുനി അദ്ദേഹം വളരെ സന്തോഷത്തിൽ ജീവിച്ചിരുന്ന അയോധ്യയിലെ ദശരഥന്റെ കൊട്ടാരത്തിന് മുന്നിൽ എത്തേണ്ടായി. അതാണ് ഇനി നമുക്ക് ആ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വിശ്വാമിത്രനെ കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് നോക്കാം. തസ്യ ചിന്തായമാനസ്യ മന്ത്രിമധ്യേ മഹാത്മനാം അഭ്യാഗച്ഛാൻ മഹാതേജ വിശ്വാമിത്രോ മഹാമുനി. മഹാതേജസ്വിയായ മഹാമുനിയാണ്. എല്ലാവർക്കും പേടിയുമാണ്, ശാപം കിട്ടും. പണ്ടുള്ള മുനിമാർക്കെല്ലാം ഭയങ്കര പേടിയാണ് മറ്റുള്ള ക്ഷത്രിയർക്കെല്ലാം. അതുകൊണ്ട് എന്തെങ്കിലും അനിഷ്ടം നടന്നാലും മിണ്ടാതിരിക്കും. കാരണം മുനിമാര് ദ്വാപരയുഗം വരെ അവര് ശപിച്ചു കഴിഞ്ഞാൽ എലിയും പൂച്ചയും പട്ടിയും ആടും എരുമയായിട്ടൊക്കെ പോകും. കലിയുഗത്തിൽ അത് വരില്ല. അത് നമ്മൾ ഇനി ഒരിക്കൽ പറയാം. അതിനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം. തസ്യ ചിന്തയാ മാനസ്യ മന്ത്രിമധ്യേ മഹാത്മന. അങ്ങനെ മന്ത്രിമധ്യത്തില് ഇരിക്കുന്നവർ. അപ്പൊ ഈ മന്ത്രികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള മന്ത്രിമാരാണ്? സാധാരണ ഈ പൊളിറ്റിക്സ് കളിക്കുന്ന മന്ത്രിമാരല്ല. അപ്പൊ മന്ത്രിമാർ 2 രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള മന്ത്രിയെ കുറിച്ച് പറയുന്നത്, ഇങ്ങനെയുള്ള ബുദ്ധിസത്തമനായ മന്ത്രിമാർക്ക് എപ്പോഴും ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവുന്നതാണ്. കുറ്റബോധം, ലജ്ജാബോധം ഉണ്ടാവുന്നതാണ്. അവരൊരു അധർമ്മത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ അവർക്ക് കുറ്റബോധവും ലജ്ജാബോധവും ഉള്ളത് കൊണ്ട് അങ്ങനെ ആ ഒരു ചിന്തയിലേക്കേ പോകില്ല എന്നാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, അല്ലെ? ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അങ്ങനെ ചിന്തിച്ചാലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാൻ പറ്റുള്ളൂ. എല്ലാ മന്ത്രിമാരും അല്ല കേട്ടോ, ചില മന്ത്രിമാര്. അപ്പൊ നല്ലത് എല്ലാത്തിലും ഉണ്ടാവും. എങ്കിലും അങ്ങനെയുള്ള മന്ത്രിമധ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് അഭ്യാഗച്ഛൻ മഹാതേജ വിശ്വാമിത്രോ മഹാമുനി. മഹാതേജസ്വിയായ വിശ്വാമിത്രൻ ആ ഒരു ദ്വാരകവാടത്തിൽ വന്ന് നിന്നു. സ രാജ്ഞോ ദർശനാത് കാംക്ഷി. രാജാവിന് ദർശനം കാക്ഷിച്ചിട്ടാണ്. ദ്വാരാധ്യക്ഷാനുവാച ശീക്രമാഖ്യതമാം പ്രാപ്തം കൗശികം ഗാധിനസുതം. അല്ല, അവര് പടയാളികൾ പറഞ്ഞു മീറ്റിങ്ങിലാണ്, അതൊന്നും കുഴപ്പമില്ല. ദ്വാരാധ്യക്ഷാനുവാച ശീക്രമാഖ്യതമാം പ്രാപ്തം കൗശികം ഗാധിനസുതം. കൗശികൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഗാധിനസുതം, ഗാധിയുടെ പുത്രനായ കൗശികൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് വളരെ പേരുകേട്ടാണ് ഗാധി. നമുക്ക് നാളെ പറയാം കഥ. തച്ഛ്രുത്വാ രാജസിംഹസ്യ വാക്യമദ്ഭുത വിസ്തരം ദൃഷ്ടരോമാ മഹാതേജ വിശ്വാമിത്രോഭ്യഭാഷത. ഇത് കേൾക്കേണ്ട താമസം. വിശ്വാമിത്ര മുനി കൊട്ടാര കവാടത്തിൽ വന്നിരിക്കുന്നു എന്ന് കേൾക്കേണ്ട താമസം എഴിച്ചു എല്ലാരും ചാടി, അല്ലെ? അറിയാം, കറക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. വിശ്വാമിത്രനാണ്, വസിഷ്ഠനല്ല. അപ്പോ ഇദ്ദേഹം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വളരെ ഗതിവേഗത്തില് ഓടിപ്പോയി വിശ്വാമിത്ര മുനിയെ വളരെ സന്തോഷത്തോടുകൂടി ആനയിച്ചു. ഇത്രയും കാലം സന്തോഷമായിട്ട് 60,000 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി ഉണ്ടായി. അതിൽ മതിമറന്ന് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് വിശ്വാമിത്ര മുനിയെ കണ്ടപ്പോ അതിലേറെ സന്തോഷമായി. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ കാണുന്ന സമയത്ത് പറയും, എത്ര കാലമായി ഇവിടെ വന്നിട്ട്, അല്ലെ? അതേമാതിരി തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടായി ദശരഥന്.
ഭവാൻ അങ്ങ് വന്നാലും വന്നിരുന്നു. അർഘ്യപാദ്യങ്ങളെല്ലാം കൊടുത്തു. ആസനത്തിൽ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അങ്ങയെ കണ്ടത് മഹാഭാഗ്യം അല്ലേ? കാരണം എന്താ? അതിനൊരു കാരണം ഒന്നല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങ് വന്നത് പുത്രനില്ലാതിരിക്കുന്ന ഒരാൾക്ക് പുത്രൻ ഉണ്ടാവുന്ന സന്തോഷം വരുമ്പോ എത്ര സന്തോഷമുണ്ടോ അതേമാതിരിയാണ്. ഇനി പറഞ്ഞു, മഴയില്ലാതെ ഇരിക്കുന്ന സ്ഥലത്ത്, കാലങ്ങളോളം മഴയില്ലാതിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് മഴ വരുമ്പോ അവിടെയുള്ള ജനങ്ങൾ എത്ര കണ്ട് സന്തോഷിക്കുന്നോ അത്രയും കണ്ട് സന്തോഷം എനിക്കുണ്ട്. ഇനി ഒന്ന് കളഞ്ഞുപോയ വളരെ അമൂല്യമായ ഒരു കാര്യം കാലങ്ങൾ കഴിഞ്ഞത് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേമാതിരി ഞാൻ സന്തോഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളുണ്ട് അത്. അപ്പൊ അത് പറഞ്ഞത് 60,000 വർഷമായി പുത്രനുണ്ടായിട്ട് അല്ലേ? അപ്പോ അദ്ദേഹത്തിന്, ദശരഥന് 60,000 വർഷം കഴിഞ്ഞപ്പോ ഒരു പുത്രൻ ഉണ്ടായപ്പോൾ ഉള്ള സന്തോഷമാണ് ഇപ്പോ അദ്ദേഹത്തിനെ കാണുമ്പോഴെന്ന് പറഞ്ഞു. അതേമാതിരി പല സ്ഥലങ്ങളിലും മഴ പെയ്യാറില്ല. രാജാക്കന്മാർ അത്ര ശരിയല്ല എങ്കിൽ മഴയും പ്രശ്നങ്ങളും, അതിവൃഷ്ടി ഒക്കെ അനാവൃഷ്ടി ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഋഷ്യശൃംഗന്റെ കഥയില് അദ്ദേഹത്തിന് അവിടെ മഴയൊക്കെ എത്രയോ കാലം തന്റെ ആത്മമിത്രത്തിനായ രോമപാദൻ വന്നിട്ട് മഴയില്ലാതെ ഒരുപാട് കാലം ഇങ്ങനെ ഇരിക്കേണ്ടി വരണ്ടായി. പെട്ടെന്ന് മഴ വന്നപ്പോ അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അതേമാതിരിയാണ് എനിക്ക് അങ്ങ് വരുമ്പോൾ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് എടുത്ത് പറയുന്നുണ്ട്. ഇനി അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വീക്ഷണമാണ് ദശരഥൻ. കാരണം കാലങ്ങൾക്ക് മുൻപേ വസിഷ്ഠനും വാമദേവനും വിശ്വാമിത്രനും എല്ലാം തന്നെ തന്റെ രാജസദസ്സില് ഗുരുക്കന്മാരായിട്ട് ഇരിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഈ ഗുരുക്കന്മാരെ കുറിച്ച് നന്നായിട്ട് അറിയാം. തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്ന മഹാതപസ്വികളാണ്. എത്ര തപസ്വികൾ ആ രാജ്യത്തിൽ ഉപദേഷ്ടാവായിട്ടുണ്ടോ അത്രയും ആ രാജ്യം വികസിക്കും ധർമ്മപരമായിട്ട്. ഒരു രാജ്യത്തിലെ ധർമ്മപരമായിട്ട് രാജാവിനെ ഉപദേശിക്കുവാനുള്ള രാജഗുരുക്കന്മാരുണ്ടാവാറുണ്ട്. കാരണം രാജാവ് എപ്പോഴും ദേഷ്യപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ തിരക്കിന്റെ ഇടയിൽ ചിലപ്പോൾ ധർമ്മം അറിയാൻ പറ്റാത്തത് കൊണ്ട് ആ ധർമ്മത്തിന്റെ ഭാഗം കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഈ രാജഗുരുക്കന്മാരാണ്. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉടനെ രാജഗുരുക്കന്മാരോട് ചോദിക്കും, ഇത് ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അപ്പൊ രാജഗുരു നോക്കിയിട്ട് പറയും, അല്ല, ഇത് ധർമ്മത്തിന് അടിസ്ഥാനപ്പെടുത്തി അല്ല. അപ്പൊ അങ്ങനെയാണ് ഉപദേഷ്ടാവിനെ വയ്ക്കേണ്ടത്. ക്വാളിറ്റി ഉള്ളവരെ ആയിരിക്കണം നമ്മൾ ഉപദേഷ്ടാവായിട്ട് വയ്ക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഇവരൊക്കെ എന്താ പറയാ, വാമദേവൻ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ ഇതൊക്കെ തന്റെ കുലഗുരുവായിട്ടും രാജഗുരുക്കന്മാരായിട്ട് കൂടെ ഉണ്ടാവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ചെറിയൊരു പ്രശ്നത്താൽ വിശ്വാമിത്രൻ വസിഷ്ഠ ഋഷിയുമായിട്ട് പിണങ്ങിപ്പോയി. ആ കഥ നമ്മൾ നാളെ പറയാം. പിണങ്ങിപ്പോയതിനു ശേഷം 300 വർഷം തപം ചെയ്തു, രാജർഷി പദം നേടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കാലങ്ങളോളം തപസ് ചെയ്ത് ബ്രഹ്മഋഷി പദം ആയില്ലേ. ഇങ്ങനെ കുറേ അദ്ദേഹം ഇനി ഒരിക്കലും വസിഷ്ഠൻ തന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇനി ഒരിക്കലും അദ്ദേഹം വരില്ല എന്ന് വിചാരിച്ചു. കളഞ്ഞു പോയത് പെട്ടെന്ന് വിശ്വാമിത്രൻ കയറി വന്നപ്പോ വലിയ സന്തോഷായി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയാൻ കാരണം. തച്ഛ്രുത്വാ രാജസിംഹസ്യ വാക്യമദ്ഭുത വിസ്തരം ദൃഷ്ടരോമാ മഹാതേജ വിശ്വാമിത്രോ അഭ്യഭാഷത. അപ്പൊ വിശ്വാമിത്രൻ ഒരു ആവശ്യത്തിനായിട്ട് വന്നു. വിശ്വാമിത്രൻ പറഞ്ഞു, എനിക്കൊരു കാര്യം വേണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നീ അത് തരുമെന്ന് ഉറപ്പ് പറഞ്ഞാൽ മാത്രമേ ഞാനത് പറയുള്ളൂ എന്ന് പറഞ്ഞു. ദശരഥൻ പറഞ്ഞു, വേറെന്തോ കാര്യത്തിനാണ് വന്നതെന്ന് വിചാരിച്ചു, അപകടകരമായ കാര്യത്തിന്. എന്നാൽ അങ്ങ് എന്റെ അടുത്ത് ചോദിച്ചു വരുന്നല്ലോ, ഞാൻ എന്തും തരാൻ തയ്യാറാണ് അങ്ങ് പറഞ്ഞാലും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. ദശരഥൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന്. തച്ഛ്രുത്വാ രാജസിംഹസ്യ വാക്യമദ്ഭുത വിസ്തരം ദൃഷ്ടരോമാ മഹാതേജ വിശ്വാമിത്രോ അഭ്യഭാഷത. അഹം നിയമമാതിഷ്ഠേ സിദ്ധ്യർത്ഥം പുരുഷർഷഭ തസ്യ വിഘ്നകരൗ ദൗതു രാക്ഷസൗ കാമരൂപിണാം. അഹം നിയമമാതിഷ്ഠേ സിദ്ധ്യർത്ഥം പുരുഷർഷഭ.
അല്ലയോ പുരുഷർഷഭ, അഹം നിയമമാതിഷ്ഠേ, ഞാൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി, ചില സിദ്ധികൾ കിട്ടുന്നതിന് വേണ്ടി, സിദ്ധ്യർത്ഥം, ചില സിദ്ധികൾ, അത്ഭുത സിദ്ധികൾ കിട്ടുന്നതിന് വേണ്ടി ഒരു വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ യാഗം ചെയ്യുന്ന സമയത്ത് തസ്യ വിഘ്നകരൗ ദ്വൗ തു രാക്ഷസൗ കാമരൂപിണോ, കാമരൂപിണോ, ഇഷ്ടമുള്ള രൂപം എടുക്കുവാനുള്ള കഴിവുള്ള രണ്ട് രാക്ഷസന്മാര് തസ്യ വിഘ്നകരൗ, യജ്ഞത്തിനെ വിഘ്നം ചെയ്യും. ഞാൻ ഇങ്ങനെ യജ്ഞം ചെയ്ത് പൂർണ്ണ ഹോമത്തിന് മുൻപേ തന്നെ അവര് അതിനകത്ത് എന്താ പറയാ, മാംസവും അതിനു കൂടാതെ രക്തവും കൂടെ അതിനകത്ത് എടുത്ത് ഒഴിക്കും. അങ്ങനെ യജ്ഞകുണ്ഡം അശുദ്ധിയാവും. യജ്ഞകുണ്ഡം അശുദ്ധിയാവാൻ പാടില്ലല്ലോ. പൂർണ്ണാഹുതിക്ക് ദേവനെ ആഹ്വാനം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ യജ്ഞത്തിന് വിഘ്നം ഉണ്ടാവും. ഇത് പല തവണയായിട്ട് ആവർത്തിക്കണു. വ്രതേ മേ ബഹുശ്ചീർണേ സമാപ്ത്യാം രാക്ഷസാ വിമൗ മാരീജശ്ച സുബാഹുശ്ച വീര്യവന്തൗ സുശിക്ഷിതൗ. അപ്പൊ ഈ വ്രതം മുടക്കുന്നത് രണ്ട് രാക്ഷസന്മാരാണ്, താടകയുടെ പുത്രന്മാരാണ് അവർ. മാരീജൻ എന്നും സുബാഹു എന്നുമുള്ള വർദ്ധിച്ച വീര്യമുള്ളവന്മാരാണ്. പലതരം ശക്തികളുണ്ട്. കൃതശ്രേമോ തസ്മാദേശാദപാക്രമേ നജമേ ക്രോധമുസൃഷ്ടും ബുദ്ധിർഭവതി പാർത്ഥിവ തഥാഭൂതഹി സാചര്യ ന ശാപസ്തത്ര മുച്യതേ. അല്ലെ? അപ്പോ യജ്ഞത്തില് വ്രതം നോറ്റുകൊണ്ട്, സങ്കല്പം നോറ്റുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റണില്ല, ശാപം ഇടാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ ശാപം ഇട്ട് കഴിഞ്ഞാൽ, യജ്ഞത്തില് യജ്ഞദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശാപമോ ദേഷ്യമോ കാമം ക്രോധം മതം മാത്സര്യം ഒന്നും വരാൻ പാടില്ല. അങ്ങനെ വരുന്ന അനുസരിച്ച് ആ യാഗം തമോ ഗുണത്തിലോ രജോ ഗുണത്തിലോ സത്വഗുണത്തിലോ, സത്വഗുണത്തിന് ഉപരിയായ ഗുണത്തിലോ പോകും. അപ്പൊ ഇങ്ങനെ ശാപവും കാമവും ക്രോധമൊക്കെ ഉണ്ടാവുമ്പോൾ അത് രജോ ഗുണത്തിൽ നിന്നും താഴെ അധമമായ ഗുണത്തിലേക്ക് എത്തും എന്ന് പറയണ്ടായി. അപ്പൊ അതുകൊണ്ട് അങ്ങ് ചെയ്യേണ്ടത് ഇത്ര മാത്രം: തത്പുത്രം രാജശാർദൂലം രാമം സത്യപരാക്രമം. അങ്ങയുടെ ഈ യജ്ഞത്തിന് വിഘ്നമില്ലാതെ അവരെ മര്യാദ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു 10-16 ദിവസം ഞാൻ അങ്ങയുടെ പുത്രനെ കൊണ്ടുപോകും. തത്പുത്രം രാജശാർദൂലം. ഏത് പുത്രനാണ്? രാജശാർദൂലം രാമം. ശാർദൂലം എന്ന് പറഞ്ഞാൽ പുലി. രാജശാർദൂലം, രാജപുലിയായ രാമൻ, സത്യപരാക്രമം. അങ്ങനെ ആ പരാക്രമിയായ രാമനെ എനിക്ക് മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ ദശരഥൻ മൂർച്ഛിച്ച് ബോധം കെട്ട് വീണു. പിന്നെ എല്ലാരും കൂടെ ഉയർത്തി എണീപ്പിച്ചു. കണ്ണൊക്കെ തുറന്നപ്പോഴത്തേക്കും ആ പ്രസന്നവദനായ കൗശികന്റെ മുഖത്ത്, വിശ്വാമിത്രന്റെ മുഖത്ത് ചെറിയ രീതിയിൽ നിഴലുകൾ, ഇരുട്ട് നിഴലുകൾ കാണാൻ തുടങ്ങി. ഉടനെ ചോദിച്ചു, ഞാൻ ഈ പറയുന്ന രാമനെ തരാതിരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ രാമനെ ചോദിച്ച നിലയ്ക്ക് നീ ഇത് വീണപ്പോ അതിനർത്ഥം നീ എനിക്ക് രാമനെ തരില്ല എന്നാണെന്ന് ഞാൻ കരുതുന്നു. അഹം തേ പ്രതിജാനാമി ഹതൗ തൗ വിദ്ധി രാക്ഷസൗ അഹം വേത്മി മഹാത്മാനം രാമം സത്യപരാക്രമം. അപ്പൊ നീ തന്ന വാക്ക് നീയാണ് പാലിക്കേണ്ടത്, അല്ലെ? നീ ഇങ്ങനെ മൂർച്ഛിച്ചു വീണു എന്നർത്ഥം എന്തോ ഒരു അനിഷ്ടമായ ഒരു വേദന നിനക്കുണ്ടായി, അതിന്റെ പേരിലാണ് നീ ബോധം കെട്ട് വീണത്, അല്ലേ? അപ്പോ ഞാൻ അവനെ ശരിയായ രീതിയിൽ ഇവരെ നോക്കിക്കോളാം, തിരിച്ച് 10-16 ദിവസം കഴിഞ്ഞ് കൊണ്ടുവിടാം, കുഴപ്പമില്ല. ഉടനെ തന്നെ അദ്ദേഹം രണ്ടാമതും മൂർച്ഛിച്ച് വീഴാൻ തുടങ്ങി. കാരണം ഈ സ്വാമിജിമാർക്കൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയാം, അല്ലെ? കാട്ടിൽ പോയി തപസ്സും ചെയ്തിരിക്കുകയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത്രയും കാശും ചെലവാക്കി യജ്ഞങ്ങളെല്ലാം ചെയ്ത് 60,000 വർഷം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായപ്പോഴാ വരെയാണ് കുട്ടി എടുത്തിട്ട് പോവാനായിട്ട്. അപ്പൊ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചിരിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പിന്നെയും അദ്ദേഹം പറഞ്ഞു, ഇത് കൊച്ചുകുട്ടിയല്ലേ, അദ്ദേഹത്തിന് എങ്ങനെ
കൊല്ലാൻ പറ്റും ഈ മാരീചൻ സുബാഹുവിനെയൊക്കെ. ഇപ്പൊ വിശ്വാമിത്രൻ പറഞ്ഞു, രാജാവ് പുത്രന്റെ വാത്സല്യം കൊണ്ടാണ് അങ്ങ് ഇങ്ങനെ പറയണേ. അഹം തേ പ്രതിജാനാമി, എന്നെ മാതിരിയും വസിഷ്ഠന മാതിരിയൊന്നും താങ്കൾക്കറിയില്ല. കാരണം ധർമാർത്ഥ കാമമോക്ഷങ്ങളില് കർമ്മകാണ്ഡത്തിൽ നിശ്ചയിച്ച അർത്ഥവും കാമവും മാത്രമാണ് നിങ്ങൾ രാജാക്കന്മാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കയ്യില് സ്വർണ്ണ ചെങ്കോലും കിരീടവുമാണ് നിങ്ങൾക്ക്. എന്നാൽ നമ്മളെ പോലുള്ളവര് മോക്ഷവും ധർമ്മവും മാത്രമാണ്. ആ ധർമ്മവും മോക്ഷത്തിൽ നിന്നാൽ മാത്രമേ രാമനാണെന്ന് അറിയാൻ പറ്റൂ. അതുകൊണ്ട് നമ്മളെ പോലുള്ള തപസ്സികൾക്ക് രാമൻ ആരാണ് എന്നറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വിശ്വാമിത്രൻ പറഞ്ഞു, അഹം വേദ്മി മഹാത്മനാം രാമം സത്യപരാക്രമം. വേദ്മി രാമൻ, മഹാത്മാനായ രാമനെ, ആ സത്യപരാക്രമിയെ കുറിച്ച് അഹം വേദ്മി, എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കറിയാൻ തരയില്ല. കാരണം ഞാൻ ധർമ്മവും തപസ്സും മോക്ഷത്തിന്റെയും ഇതാണ്. നിന്റെ കയ്യില് വെറും ചെങ്കോലാണ്, എന്റെ കയ്യിൽ വെറും ദർഭയാണ്. രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട, ധൈര്യമായിട്ട് എന്റെ കൂടെ അയച്ചോളൂ. എന്തിനേറെ പറയണു, വസിഷ്ഠോപി മഹാതേജ ഏചേമേ തപസി സ്ഥിത യതിദേ ധർമ്മലാഭം ച യശശ്ച പരമം ഭുവി. ബ്രഹ്മഋഷിയായ വസിഷ്ഠന് പോലും ഇതിൽ ഒരു എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചോദിച്ചു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. കാരണം എപ്പോഴും അവർ തമ്മിൽ ചെറിയൊരു മത്സരം ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇവിടെ ഒന്നുകൂടെ അതിനെ എടുത്തു പറയണു. ഞാൻ എന്ത് പറഞ്ഞാലും അദ്ദേഹം തിരിച്ചതിന് ഓപ്പോസിറ്റ് ആയിട്ട്, വിപരീതമായിട്ടേ പറയുള്ളൂ. പക്ഷെ രാമൻ സത്യപരാക്രമിയായ മഹാത്മാവാണ് എന്നുള്ള വാദത്താൽ വസിഷ്ഠനും എതിരഭിപ്രായം ഉണ്ടാവില്ല. വേണമെങ്കിൽ ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. ഓ, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. 20-ാം സർഗത്തിൽ നോക്കാം. അങ്ങനെ ദശരഥൻ വന്നിട്ട് ഹൃദയഭേദകമായി, ഹൃദയമെല്ലാം നുറുങ്ങുന്ന രീതിയിൽ, എന്നാൽ ദേഷ്യപ്പെടാനും പറ്റില്ല. അടുത്ത ശാപം ഉടനെ കിട്ടും അല്ലേ. തച്ഛ്രുത്വാ രാജശാർദൂലോ വിശ്വാമിത്രസ്യ ഭാഷിതം മുഹൂർത്തമിവ സംജ്ഞാവാനിതമബ്രവീത്. അബ്രവീത് ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട്, വിശ്വാമിത്രന്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് പറഞ്ഞു, കുട്ടിയെ തരാൻ നിവൃത്തിയില്ല. അത് വേറൊന്നും കൊണ്ടല്ല. ഊനഷോഡശ വർഷോ മേ രാമോ രാജീവലോചനാം ന യുദ്ധയോഗ്യതാമസ്യ പശ്യാമി സഹ രാക്ഷസൈ. വളരെ രാമായണം ആദികാവ്യം, ആ ഒരു കാവ്യത്തിന്റെ ആ ഒരു മധുരത നോക്കണം. ഊനഷോഡശ വർഷോ, ദശരഥ മഹാരാജാവ് പറയാണ്, ഊനഷോഡശ വർഷോ. ഷോഡശ വർഷം എന്ന് പറഞ്ഞാൽ 16. അപ്പൊ ഊനഷോഡശ വർഷോ, 16 പോലും പ്രായം തികയാത്ത എന്റെ മകൻ എന്ന് പറഞ്ഞാൽ 16 വയസ്സ് കഴിഞ്ഞാൽ യുദ്ധമാടാം. ഈ വോട്ടർ ID അതേമാതിരി പ്രായപൂർത്തിയാവുന്നതിന് ഭരണഘടനയിൽ ഒരു വയസ്സുണ്ട്. അതേമാതിരി ക്ഷത്രിയർക്ക് യുദ്ധങ്ങൾ കൂടാനും അതിനും ഇതിനുമൊക്കെ ഒരു 16 വയസ്സാവണം എന്നാണ് രാജശാസനം. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയാണ് 16 വർഷം പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞ വയസ്സ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നില്ല. എന്താ കാര്യം? അങ്ങനെ വയസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ലൂപ്പ് ഹോൾ കൊണ്ടുവച്ചിട്ട് വിശ്വാമിത്രൻ പറയും, ആ കുഴപ്പമില്ല, 12 വയസ്സാണെങ്കിൽ ഒരു ശ്ലോകം അടിച്ച് രാമന് കൊണ്ടുപോകുന്നു വെച്ചിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ദശരഥൻ പറഞ്ഞു, ഊനഷോഡശ വർഷോ മേ രാമോ, എന്റെ രാമന് ഊനഷോഡ വർഷം. ഊനഷോഡ വർഷം എന്ന് പറഞ്ഞാൽ 16 വർഷത്തിന് താഴെ ഊന. മേ രാമോ, എന്റെ രാമന്. അത് മാത്രമല്ല, രാജീവലോചന യുദ്ധയോഗ്യ താമസ്യ. രാജീവലോചനാണ് അവൻ എന്ന് പറഞ്ഞാൽ താമര ഇതള് മാതിരിയുള്ള കണ്ണുകളാണ്. അപ്പൊ ഈ താമര ഇതളുകളുടെ കണ്ണുകൾ ഇവിടെ വരാൻ കാര്യം എന്താ? ന യുദ്ധയോഗ്യസ്യ താമസ്യ പശ്യാമി സഹ രാക്ഷസൈ. രാക്ഷസന്മാര് എപ്പോഴും മാനവർക്ക്, മർത്യർക്ക് എപ്പോഴും ഡേ ടൈമില് അല്ലെങ്കിൽ പകൽ സമയത്താണ് ശക്തി കൂടുന്നത്. രാത്രിയാകുമ്പോൾ കണ്ണു കാണാൻ പറ്റില്ല അല്ലെ. അവിടെ പശ്യാമി സഹ രാക്ഷസൈ. അപ്പൊ രാക്ഷസന്മാർക്ക് രാത്രിയാണ് ശക്തി കൂടുന്നതും അവർ ആക്രമിക്കുന്നതും രാത്രി ആയതുകൊണ്ട്, രാജീവലോചനായതുകൊണ്ട്. ഈ രാജീവലോചന എന്ന് പറഞ്ഞാൽ അതിനർത്ഥം താമര ഇതളുകൾ പോലുള്ള കണ്ണുകളാണ് എന്ന്. അപ്പൊ ഈ താമര വൈകിട്ടാവുമ്പോ വിരിഞ്ഞിരിക്കുന്ന താമര കൂമ്പി ഇങ്ങനെ വരുമെന്നാണ്. അതേമാതിരി ഇത് കൊച്ചു കുട്ടികളല്ലേ,
അവര് താമരക്കണ്ണനാണ്. അവൻ വന്നിട്ട് സൂര്യൻ അസ്തമിക്കുന്ന അതേ സമയം തന്നെ പതുക്കെ ഉറങ്ങും. എങ്ങനെയാണോ താമര കൂമ്പി അടയുന്നത് അതേമാതിരി അവന്റെ കുട്ടിയായിട്ടുള്ള അവന്റെ കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞു പോകും. ആ സമയത്ത് രാക്ഷസരെ കൊല്ലുന്നതിന് വേണ്ടി എങ്ങനെ നിശയിൽ സഞ്ചരിക്കാനാണ്? അതുകൊണ്ട് ഊനഷോഡശ വർഷോ, അതുകൊണ്ട് തരാൻ നിവർത്തിയില്ലല്ലോ രാമനെ എന്ന് പറഞ്ഞ് വളരെ ഫിലോസഫിക്കലി പറഞ്ഞു നോക്കും. പല രീതിയിൽ ഉള്ളിന്റെ ഉള്ളില് വളരെ വിഷമവും എല്ലാം കോപം എല്ലാം ഉണ്ട്. ഉടനെ ഇനിയൊരു ഉപായം പറഞ്ഞു ദശരഥൻ. ഇയം അക്ഷൗഹിണി പൂർണയസ്യാഹം പതിരീശ്വര അനയാ സംവൃതോ ഗത്വാ യോദ്ധാ അഹം തൈർനിശാചര. ഈ അക്ഷൗഹിണി പടകള് ഒരുപാട് എനിക്കുണ്ട്, പൂർണ്ണ സജ്ജമായിട്ട്. അനയാ സംവൃതോ ഗത്വാ യോദ്ധാഹം തൈർനിശാചര. ആ നിശാചരന്മാരെ ഞാൻ തന്നെ അടരാടി അവരെ വധിച്ചു കളയാം എന്ന് പറയാണ്. അത് മാത്രമല്ല, രാവണൻ എന്ന് പറയുന്ന മഹാരാക്ഷസനും അവരുടെ അനുചരന്മാരും എല്ലാം ഈ വനങ്ങളിലും ഒക്കെ കറങ്ങുന്നുണ്ട്. പൗലസ്ത്യവശവ പ്രഭവോ രാവണോ നാമ രാക്ഷസ. എന്താണ്? പുലസ്ത്യ വംശത്തില് പിറന്ന പ്രഭവോ രാവണോ നാമ രാക്ഷസ സ ബ്രാഹ്മണ ദത്തവരൈ ത്രൈലോക്യം ബാധതേ വൃഷം. അവനാണെങ്കിൽ ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങിച്ചിട്ട് ത്രൈലോക്യത്തിലും അവനെ കഷ്ടപ്പെടുത്തിയാണ്. അവന്റെ ദുഷ്ടതകളെല്ലാം. മഹാബലോ മഹാവീര്യോ രാക്ഷസൈർ ബഹുബിർവൃത ശ്രൂയതം ഹി മഹാവീര്യോ രാവണോ രാക്ഷസാധിപ. മഹാബലശാലി മഹാവീരനാണ്. അതുകൊണ്ട് രാവണനെ കുറിച്ച് എടുത്തു പറയാണ് ഭയം വരുന്ന രീതിയിൽ. സാക്ഷാത് വൈശ്രവണ ഭ്രാത, വൈശ്രവണന്റെ ഭ്രാതൻ, വൈശ്രവണ ഭ്രാതാ പുത്രോ വിശ്രവസോ മുനെ. അപ്പൊ വൈശ്രവണൻ എന്ന് പറഞ്ഞാൽ കുബേരന്റെ ഏട്ടനും പുത്രോ വിശ്രവസോ മുനെ, വിശ്രവസിന്റെ പുത്രനുമായി, വിശ്രവസ് എന്ന മുനിയുടെ പുത്രനുമാണ്. യഥാ സ്വയം യജ്ഞസ്യ വിഘ്നകർത്ത മഹാബല. എനിക്ക് തോന്നുന്നു അവന്റെ അനുചരന്മാരായിരിക്കും ഇവരെല്ലാം. അപ്പൊ എല്ലാ യജ്ഞങ്ങളെയും വിഘ്നം നടത്താനാണ് അവന്റെ തീരുമാനം. ധാർമ്മികപരമായിട്ടുള്ളതും സനാതനപരമായിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും അവൻ വിഘ്നം വരുത്തുകയാണ് ഈ രാക്ഷസൻ. അപ്പൊ രാക്ഷസന്മാർ അങ്ങനെയാണ്. നമ്മൾ സനാതന ധർമ്മത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും അതിന് തടസ്സം ഉണ്ടാക്കും. അതാണ് രാക്ഷസർ. അതിന് ഉത്തമ ഉദാഹരണമാണ് രാവണൻ. തേന സംചോദിതൗ ദ്വൗ രാക്ഷസൗ സുമഹാബലൗ മാരീജശ്ച സുബാഹുശ്ച യജ്ഞം വിഘ്നം കരിഷ്യതാ. പറഞ്ഞത് കേട്ട അനുസരിച്ച് സുബാഹു മാരീജനും മഹാശക്തിമാനും മഹാബലശാലിയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞു. പറ്റില്ല അല്ലെ? നീ ധരാമെന്നേറ്റത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് അല്ലെ എന്നും പറഞ്ഞ് കോപം കൊണ്ട് വിശ്വാമിത്രൻ അവിടെ നിന്ന് പോവാണ്. നോക്കാം എന്താണെന്ന് വസിഷ്ഠവാക്യത്തില് ഏകവിംശ സർഗത്തിൽ 21-ാം സർഗത്തിൽ എന്ത് പറഞ്ഞതെന്ന് നോക്കാം. പൂർവമർത്ഥം പ്രതിശ്രുത്യ പ്രതിജ്ഞാം ഹാതുമിച്ഛസി രാവണാമയുക്തോ അയം കുലസ്യാസ വിപര്യയ യദീദം തേ ക്ഷമം രാജൻ ഗമിഷ്യാമി യദാഗതം മിഥ്യാപ്രതിജ്ഞാ കാകുത്സ സുഖീ ഭവ സബാന്ധവ. അപ്പോ വിശ്വാമിത്രൻ പറയാണ്, നീ ഒരു കാര്യം എന്നോട് പറഞ്ഞു തരാമെന്ന്, പക്ഷെ തന്നില്ല. നീ മിഥ്യാപ്രതിജ്ഞ ചെയ്തു. യദീദം തേ ക്ഷമം രാജന് ഗമിക്ഷ്യാമി യഥാഗതം. അതിനുശേഷം എന്താ പറയാ, മിഥ്യാപ്രതിജ്ഞ തന്നിട്ട് നീ ഇപ്പൊ മിഥ്യാപ്രതിജ്ഞയാണ് എനിക്ക് തന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണ്. കാകുത്സ സുഖീ ഭവ ബസബാന്ധവ, നിന്റെ ബന്ധുക്കളുമായിട്ട് സുഖിച്ചിരുന്നോളൂ എന്ന് പറയാണ്. അതിനൊരു ഇനിയൊരു അർത്ഥമുണ്ട്. നമ്മൾ പലയിടത്തും പറയല്ലേ, നീ നിന്റെ ആൾക്കാരും സുഖിച്ചിരിക്കും അല്ലെ? ഇങ്ങനെ പറയുന്ന മാതിരി വിശ്വാമിത്രൻ പറഞ്ഞു സുഖീ ഭവ സബാന്ധവ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. തസ്യ രോഷപരി തസ്യ വിശ്വാമിത്രസ്യ ധീമതാ ചജാലവസുധാ കൃഷ്ണ വിവേശ ച ഭയം സുരാന്. തസ്യ രോഷ പരീതസ്യ വിശ്വാമിത്രസ്യ ധീമ. വിശ്വാമിത്രൻ പോകുന്നത് കണ്ടിട്ട് വിശ്വാമിത്രന്റെ കാൽപാദം എരിഞ്ഞമർന്നുകൊണ്ട് ഭൂമിദേവി പോലും ഭയം ജനിച്ചു എന്നാണ്. ഉടനെ തന്നെ വസിഷ്ഠൻ
താടി അഴിച്ച് വസിഷ്ഠൻ പറഞ്ഞു, ത്രസ്തരൂപം ദോ വിജ്ഞായ ജഗത് സർവം മഹാൻ ഋഷി നൃപതിം സർവതോ ധീരോ വസിഷ്ഠോ വാക്യം അബ്രവീത്. വസിഷ്ഠൻ ഇപ്രകാരം പറഞ്ഞു. ഇത് കാര്യങ്ങളെല്ലാം നോക്കി നിന്നതിന് ശേഷം വസിഷ്ഠൻ പറയണ്ടായി, കൃതാസ്ത്രമകൃതാസ്ത്രം വാനൈനം ശശ്യന്തി രാക്ഷസ ഗുപ്തം കുശികപുത്രേണ ജ്വലനേനാമൃതം യഥാ. ഇതൊരു സാധാരണ ആളല്ല. അപ്പൊ കുലഗുരു ആണ്, തന്റെ ആധ്യാത്മിക ഗുരുനാഥനാണ് വസിഷ്ഠൻ. അപ്പൊ ആ വസിഷ്ഠൻ പറഞ്ഞപ്പോ കൈകൂപ്പി നിന്നുകൊണ്ട് ദശരഥൻ കേൾക്കുകയാണ്. എന്താ പറഞ്ഞ? കൃതാസ്ത്രമകൃതാസ്ത്രം വാനൈനം ശക്ഷ്യന്തി രാക്ഷസ ഗുപ്തം കുശികപുത്രേണ ജ്വലനേനാമൃതം യഥാ. ഈ വിശ്വാമിത്രൻ സാധാരണ ആളല്ല. എല്ലാ അസ്ത്രശസ്ത്രങ്ങളും അറിഞ്ഞ മഹായോഗിയും ബ്രഹ്മഋഷിയും ആചാര്യനുമാണ്. അല്ലയോ? ഏഷ വിഗ്രവാൻ ധർമ്മ ഏഷ വീര്യപദാമര ഏഷ ബുദ്ധ്യാധിഗോ ലോകേ തപശ്ച പരായണം. അപ്പൊ വിശ്വാമിത്രനെ കുറിച്ചിട്ട് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ തപസ്, അദ്ദേഹത്തിന്റെ വീര്യം, അദ്ദേഹത്തിന്റെ ബുദ്ധി, സാമർഥ്യം, ഇതെല്ലാം ഏറ്റവും ഉത്തമമായിട്ട് കാണപ്പെടുന്നു. ജയാജ സുപ്രഭാജൈവ ദക്ഷകന്യേ സുമധ്യമേ തേ സുവേതേ അസ്ത്രശസ്ത്രാണി ശതം പരമഭാസ്വരം. അസ്ത്രങ്ങളിലും ശസ്ത്രങ്ങളിലും അഗ്രഗണ്യനാണ്. തേഷാം നിഗ്രഹേണ ശക്ത സ്വയം ച കുശികാത്മജ തവപുത്ര ഹിതാർത്ഥായ താമുപേത്യാഭിജായതേ. അപ്പൊ അഗ്രഗണ്യനും ആയിട്ടുള്ള ഈ കുശികാത്മജൻ വിശ്വാമിത്രൻ തവപുത്ര ഹിതാർത്ഥായ, നിന്റെ പുത്രന് ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നു. കുറച്ചു ദിവസത്തേക്കല്ലേ. അപ്പോ വിശ്വാമിത്രൻ അത് പൊന്നുപോലെ നോക്കും. അത് മാത്രമല്ല, വിശ്വാമിത്രനോളം ആയുധപാഠം ആർക്കില്ല. അതുകൊണ്ട് സംശയമെന്നെ നീ വിളിച്ച് പുത്രന് ദാനം ചെയ്യുവാൻ പറഞ്ഞു. ആ ഒരു നിമിഷത്തില് ഇത്രയും നേരം ഭൗതിക അസ്തിത്വത്തിലിരുന്ന ആ ഒരു മഹാ തേജസ്വിയായ ദശരഥ മഹാരാജാവ് തന്റെ ഗുരു പറയുന്നത് കേട്ട് തന്റെ പുത്രനെ ആചാര്യന്റെ കൂടെ വിടുകയാണ്. അല്ലെ? നമുക്ക് ഇതില് മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യം, അപ്പോ അങ്ങനെ ആ ആചാര്യൻ എന്തോ ആ രീതിയിൽ പറയുന്നത് കേട്ടിട്ട് തന്റെ സ്വന്തം ചോരയായ തന്റെ സപത്നിയിലുണ്ടായ ആ രാജീവലോചനനെ ഒരാളുകൂടെ ചേർത്ത് ലക്ഷ്മണനെയും കൂടെ ചേർത്തിട്ട് വിശ്വാമിത്രനോടുകൂടി പറഞ്ഞയക്കാൻ. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ കഥയിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, തന്റെ പുത്രനായിട്ട് പോലും തനിക്ക് ദുർവാശി ഉണ്ടായിട്ട് പോലും ആസക്തി ഉണ്ടായിട്ട് പോലും തന്റെ ഗുരു ഒരു കാര്യം പറയാണ്, നിന്റെ മകനെ ദാനം കൊടുക്കൂ, ഇതിനു വേണ്ടി ഒരു വലിയ കർത്തൃത്വത്തിന് ദാനം കൊടുക്കൂ എന്ന് പറയുന്ന ആ നിമിഷം തന്റെ പിടിവാശിയെല്ലാം വിട്ടിട്ട് ആ ദാനം കൊടുക്കുകയാണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദശരഥന്റെ മന്ത്രിപുങ്കവന്മാരും അതേമാതിരി ദശരഥന്റെ ക്വാളിറ്റിയാണ്, ഒരു ശിഷ്യന് വേണ്ടുന്ന ക്വാളിറ്റിയാണ്. അപ്പൊ ഒരു ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് എങ്ങനെ ഇരിക്കണം? ഗുരോറവജ്ഞ. ഗുരുവിനെ ഒരിക്കലും ഗുരുവിന്റെ വാക്കിനെ ഡിസൊബേ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പൊ അതേമാതിരിയാണ് ദശരഥൻ ഇവിടെ പ്രായോഗികമായിട്ട് കാണിച്ചത്. അതെന്തെങ്കിലും കാശ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, സ്വന്തം പുത്രനെ തന്നെ വിട്ടുകൊടുക്കാനാ പറഞ്ഞതെന്നാണ്. അപ്പൊ ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറയാൻ പാടില്ല ഗുരുവിന് എന്തോന്നറിയാം, ഗുരു സന്യാസി അല്ലെ, ഗുരു ആശ്രമത്തിൽ കിടക്കുന്ന ആള്, നമ്മളെല്ലാം കുടുംബസ്ഥര്, നമുക്ക് ജോലിയുണ്ട്, ഇതുണ്ട്, ഗുരുവിന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നൊന്നും പറയാതെ അങ്ങനെ തന്നെ തന്റെ രാജീവലോചനൻ അസത്പ്രജയല്ല സത്പ്രജയായ ആ രാജീവലോചനനായ രാമചന്ദ്രമൂർത്തിയെ കൊടുക്കാൻ. അപ്പൊ ഇതാണ് ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഗുരു പറയുന്നത് അനുസരിക്കേ വേണ്ടു.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും നമ്മുടെ ശ്രേയസ്സിനും ഗുരുക്കന്മാർ എന്തു പറയുന്നുവോ അത് അതേപടി തന്നെ നമ്മള് കേൾക്കേണ്ടതുണ്ട്. അത് നമ്മൾ ദശരഥനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇനി നാളെ മുതൽ ഏത് ഗുരു പറഞ്ഞാലും എന്തും ചെയ്യണം എന്നല്ല. അപ്പൊ ആരാണ് ഗുരു എന്ന് നമ്മൾ കണ്ടെത്തണം. അത് ശ്രീകൃഷ്ണ ഭഗവാന് തന്നെ എടുത്തു പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. അർജുനൻ കൃഷ്ണനോട് പറയാണ്, ഞാനിപ്പോൾ അങ്ങേ ശരണം പ്രാപിച്ച ശിഷ്യനാണ് എന്ന് പറയുന്നു. കാർപ്പണ്യദോഷോ ബഹദ സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാം യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ഷാദിമാം ത്വാൻ പ്രപന്നം. അപ്പൊ ഭൗതിക ലോകത്തില് നമുക്ക് എന്ത് തന്നെ കഷ്ടങ്ങൾ ഉണ്ട് എങ്കിലും ഒരു വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിനടുത്ത് നമുക്കിപ്പോ കൃഷ്ണനെ തന്നെ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം കൃഷ്ണൻ അന്ന് അർജുനന്റെ കൂടെ ഉണ്ടായിരുന്നു, ഫിസിക്കലി ഉണ്ടായിരുന്നത് കൊണ്ട്. നമുക്ക് ഇന്ന് ഫിസിക്കലി ഗുരുക്കന്മാരാണുള്ളത്. നമ്മള് ഗുരുവിനെ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യപരമായ കാര്യമാണ്. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അപ്പൊ ഉടനെ തന്നെ പറഞ്ഞു, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു പറയാൻ കാരണം ദശരഥൻ തന്റെ ഗുരുവിനെ അനുസരിച്ചു. ദക്ഷിണ കൊടുക്കാനല്ല, രാജ്യം കൊടുക്കാനല്ല. 60,000 വർഷം കാത്തിരുന്നിട്ട് ഒരു കുട്ടി കിട്ടിയപ്പോ ആ കുട്ടിയെ ദാനം കൊടുക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ കൊടുത്തിരിക്കുകയാണ്. അപ്പോ അതേമാതിരി നമ്മളും ഗുരു പറയുന്ന രീതിയിൽ ജീവിതം ചിട്ടപ്പെടുത്തി എടുക്കുക. നിങ്ങൾ പേടിക്കണ്ട, ആരുടെയും മകനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്ത് വകകളൊന്നും ശരിയായ ഒരു ഗുരു സ്വീകരിക്കില്ല. അവര് ഭഗവാന്റെ അടുത്ത് ഒരു ബന്ധം ഉണ്ടാക്കിപ്പിക്കുകയുള്ളൂ. അപ്പോ അതുകൊണ്ട് കൃഷ്ണനും ഇവിടെ പറയണു, അർജുന, ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക, അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവം ചോദിച്ചറിയുക. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യുവാൻ കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈവൻ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും തന്റെ ഗുരുവായിട്ട് സാന്ദീപനി മുനിയെ തിരഞ്ഞെടുത്തു എന്നാണ്. ഭഗവാന് ഗുരു ആവശ്യമില്ല, അല്ലേ? കൃഷ്ണൻ പറയണു, നമേ കർമാണി ലിംബന്തി നമേ കർമ്മ ഫലസ്പൃഹ. എനിക്ക് ഈ മൊത്തം ലോകത്തിലും ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, എങ്കിലും ഞാനും വിധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മറ്റുള്ളവർക്ക് മാതൃകയായിട്ടും പല കാര്യങ്ങൾക്കായിട്ടുകൊണ്ട്. അതുകൊണ്ട് കൃഷ്ണനും ഒരു ഗുരുവിനെ സ്വീകരിച്ചു. അപ്പൊ ഇത് നമ്മളെ കാണിക്കുകയാണ്, നമ്മളും അതേമാതിരി വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ തിരഞ്ഞെടുക്കണം ആ ഭക്തിക്ക് വേണ്ടി. പിന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന്, ആ ഒരു കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. കാരണം എപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ്, അർജുനനെ മാതിരി. അപ്പൊ ഒരു ഗുരു വന്ന് നമ്മളെ ഉപദേശിക്കും. അപ്പൊ ഈ ഗുരു എന്ന് പറയുമ്പം എന്താണ് ഗുരു, ആരാണ് ഗുരു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കലിയുഗത്തില് വളരെ കഷ്ടമാണ് നല്ല രീതിയിലുള്ള ഗുരുക്കന്മാരെ കിട്ടാനായിട്ട്. അപ്പൊ എങ്ങനെയുള്ള ഗുരുക്കന്മാരെ തെരഞ്ഞെടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, 3-ാം അധ്യായം 22-ാം ശ്ലോകത്തില്. ഈ ശ്ലോകം ഞാൻ പറഞ്ഞു, ഒന്നും എനിക്ക് ചെയ്യേണ്ടതായിട്ടില്ല, എങ്കിലും ഞാൻ എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അർത്ഥം ഈ 3 ലോകങ്ങളിൽ എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, എനിക്കില്ലാത്തതായോ ആവശ്യമതായോ ഒന്നുമേ ഇല്ല, എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് നോക്കാം, ഗോസ്വാമിമാര്, രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി എന്ന് 2 വളരെ ആധികാരികമായ ബ്രഹ്മസമ്പ്രദായത്തിൽ വരുന്ന ഗോസ്വാമിമാരാണ്. അവര് പറയണു, ശ്രുതി സ്മൃതി പുരാണാദി പാഞ്ചരാത്രിക വിധിമ്മിന ഐകാന്തിക ഹരേർ ഭക്തിർ ഉത്പാദേവ കൽപ്പതേ. ദൈവത്തിനെ കുറിച്ചുള്ള അറിവ് ശ്രുതിയിൽ നിന്നോ എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ നിന്നോ, സ്മൃതിയിൽ നിന്നോ എന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ഇതെല്ലാം സ്മൃതികളാണ്. അപ്പോ വേദങ്ങളിൽ നിന്നോ പുരാണങ്ങളിൽ നിന്നോ, ശ്രുതി സ്മൃതി പുരാണാദി പുരാണങ്ങളും സ്മൃതി എന്നിട്ട് എന്താ പറയാ, ലോ ബുക്ക് എന്ന് പറയും. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു ലോ ബുക്കാണ്. ലൈക്ക്
പലതരത്തിലുള്ള സ്മൃതികളുണ്ട്. അങ്കിര സ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, ഇങ്ങനെ ഒരുപാട് സ്മൃതികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്മൃതികളിൽ നിന്നോ പഞ്ചരാത്ര വിധിയിൽ നിന്നോ ആയിരിക്കണം ഹരിഭക്തി പരിശീലിക്കേണ്ടത്. ഐകാന്തിക ഹരേർ ഭക്തി ഇതല്ലാതെ, ശ്രുതിയിൽ നിന്നോ പുരാണത്തിൽ നിന്നോ പഞ്ചരാത്ര വിധികളിൽ നിന്നോ അല്ലാതെ ഹരിഭക്തി വന്നിട്ട് അത് ഭൗതിക ലോകത്തിലുള്ള സൊസൈറ്റിയില് അതൊരു ഡിസ്റ്റർബൻസ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല എന്നാ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ആധികാരികമായിട്ട് നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിന് ആധികാരികത ഉണ്ടാവണം. ഏതിൽ നിന്ന്? ശ്രുതി, സ്മൃതി, പുരാണാദി പാഞ്ചരാത്രിക വിധി ഇതിൽ നിന്ന് എടുത്തിരിക്കണം. ഇപ്പോ പൊതുവെ കേരളത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹീറോ രാമനാണെങ്കിലും രാവണനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. രാവണനെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ദേഷ്യമാണ്. അവർ പറയുന്നത് രാവണൻ വന്നിട്ട് ദ്രാവിഡനായിപ്പോയി, മറ്റുള്ള ആൾ ആര്യനായിപ്പോയി, അതുകൊണ്ട് ദ്രാവിഡനെ അങ്ങനെ മോശമായിട്ട് ചിത്രീകരിച്ചു, ആ രാവണനാണ് ഏറ്റവും ഉത്തമൻ, ദുര്യോധനാണ് ഉത്തമൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, വിവേകശൂന്യർ അല്ലെ. അപ്പോ ഇത് സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ്. ഇത് ശാസ്ത്രത്തിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. ശാസ്ത്രത്തില് രാവണനെ കുറിച്ച് അങ്ങനെ പറയില്ല. ശ്രുതിയിലായാലും സ്മൃതിയിലായാലും പുരാണത്തിലായാലും രാവണനെ കുറിച്ച് പറയുന്നതേ നമുക്ക് സ്വീകരിക്കുവാൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ നമുക്ക് രാവണന്റെ പേഴ്സണൽ ക്വാളിറ്റീസ്, അതേമാതിരി മോശമായ ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് രാവണൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ദൈവിക കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും വേദങ്ങളിൽ നിന്നോ ഉപനിഷത്തുകളിൽ നിന്നോ ഉപനിഷത്തുകളിൽ നിന്നോ ഉപനിഷത്തുകളിൽ നിന്നോ അതേമാതിരി സ്മൃതിയിൽ നിന്നോ ഇതിൽ നിന്നൊക്കെ ആയിരിക്കണം. അല്ലാതെ നമ്മള് സ്വീകരിക്കാൻ പാടില്ല. ദൈവത്തിന്റെ കാര്യത്തിൽ, ശാസ്ത്രത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോ എങ്ങനെ, ഏത് തരം ഗുരുവിനെ സ്വീകരിക്കുവാൻ പാടില്ല എന്നാ പറയുന്നത്? ഹൂ ഈസ് നോട്ട് എ ഗുരു? ഒരു ഗുരു പറയാണ്, കണ്ടില്ലേ, ഓൾ മൈ തപസ്യാസ് ആർ ഫോർ യുവർ ബെനഫിറ്റ് അല്ലെ. എന്റെ തപസ്യകളെല്ലാം നിന്റെ ഭൗതികമായ ഉന്നമനത്തിന് വേണ്ടിയാണ്, കുറച്ച് കാശ് ബാങ്കിൽ ഇട്ടോളൂ. ഇതിനെ ബോഗസ് ഗുരുക്കൾ എന്ന് പറയും. ഇതല്ല ഗുരു ചെയ്യേണ്ടത്. ഫാൾസ് പ്രോമിസസ്. അവരിങ്ങനെ തെറ്റായ പ്രോമിസ് ചെയ്തുകൊണ്ടിരിക്കും. ആ പൂജ ചെയ്യണം, ഈ പൂജ ചെയ്യണം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അല്ലെ. അപ്പൊ ഗുരുവിന്റെ ഉദ്ദേശം വേറെയാണ്. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും കാണുന്നുണ്ടോ സ്ക്രീനില്? Allow their students to disregard all Vedic regulative austerities. അപ്പോ അങ്ങനെയുള്ള ഭോഗസ് ഗുരുക്കന്മാർ എപ്പോഴും 4 നിയമങ്ങളൊക്കെ എപ്പോഴും തെറ്റിക്കും. കുഴപ്പമില്ല, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ഞാൻ എന്നെ ഗുരുവായിട്ട് സ്വീകരിച്ച, ഗാംബ്ലിംഗ്, മീറ്റ് ഈറ്റിംഗ്, ഇൻടോക്സിക്കേഷൻ, ഇല്ലിസിറ്റ് സെക്സ് എന്ത് വേണേലും നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല, പക്ഷെ എന്നെ ഗുരുവായിട്ട് സ്വീകരിച്ചാ മതി. അടുത്തത്, ടീച്ച് യോഗ ആസ് എ സിമ്പിൾ ജിംനാസ്റ്റിക് എക്സർഷൻ and not as a means of connecting one to God. Maintain
that the purpose of yoga is material well-being. അപ്പൊ യോഗ ഒക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഗുരുക്കന്മാര്. അവര് പഠിപ്പിക്കുന്നത് യോഗം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, റീയൂണിയൻ, ഭഗവാനും ആത്മാവും തമ്മിലുള്ള റീയൂണിയൻ, അതിനുവേണ്ടി കണക്ട് ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ് യോഗ. പക്ഷെ അതിനെ മറച്ചു വെച്ചിട്ട് മാനസിക നല്ലതിന് വേണ്ടിയോ മെറ്റീരിയൽ വെൽബീയിങ്ങിന് വേണ്ടിയോ പഠിപ്പിക്കുകയാണ് അവർ യോഗ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ബോഗസ് ഗുരുക്കന്മാരാണ്. അടുത്ത എന്താണ്? Defy the Vedas by declaring I am God. You are God, everyone is God. അല്ലേ? I am God, I believe you. നീ ദൈവമാണ്, ഞാനും ദൈവമാണ്, നമ്മൾ എല്ലാവരും ദൈവമാണ് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുക്കന്മാർ. ഇതൊക്കെ ബോഗസ് ഗുരുക്കന്മാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ബോഗസ് ഗുരുക്കന്മാരെ വാച്ചിങ്, they have to watch this slide. You don't have to change. What happened to you? Please be conscious. You don't have to change. Very fast. എല്ലാവരും കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ബോഗസ് ഗുരുക്കന്മാരെ കുറിച്ചാണ് പറയുന്നത് കഠ ഉപനിഷത്ത് പഠിപ്പിക്കുന്നത്. ബ്ലൈൻഡ് മാൻ ലീഡിങ് ദ ബ്ലൈൻഡ്. കഠോപനിഷത്ത് പറയുന്നു, എന്താ പറയുന്നത്? അവിദ്യയാം അന്തരേ വർദ്ധമാനോ സ്വയം ധീരോ പരോയിതമാനിനോ. അല്ലെ, എന്താ ശ്ലോകം പറയുന്നത്? കാട്ട് ഇൻ ദ ഗ്രിപ്പ് ഓഫ് ഇഗ്നോറൻസ്, സെൽഫ് പ്രൊക്ലെയിംഡ് എക്സ്പേർട്സ് കൺസിഡർ ദംസെൽവ്സ് ലേൺഡ് അതോറിറ്റി. They wander about this world, be fooled like the blind leading the blind. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രത്തിൽ നോക്കാം, ഒരു കണ്ണില്ലാത്ത ഒരു ലീഡർ, കാഴ്ചയില്ലാത്ത ഒരു ലീഡർ ബാക്കിയുള്ള അന്ധന്മാരെ എല്ലാം ഗൈഡ് ചെയ്യാണ്. അത് എവിടേക്കാ കൊണ്ടുപോകുന്നത്? നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം അല്ലെ, വലിയ കുഴിയിലേക്ക് കൊണ്ടുപോവാണ് അല്ലെ. താഴെ മുതലയുണ്ട് അവിടെ. അപ്പൊ അതേമാതിരി സെൽഫ് പ്രൊക്ലൈംഡ് എക്സ്പെർട്ട്, ഞാനാണ് ഗ്രേറ്റ്, ഞാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, എനിക്കിതെല്ലാം അറിയാം എന്ന സ്വയം ധീരനായിട്ട്, ഞാനാണ് എല്ലാത്തിന്റെയും അധികാരി, എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുള്ളത്, എന്റെ വഴി എല്ലാരും വരണം, മറ്റുള്ളതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് സ്വയം ധീരനായിട്ട് അവരെന്ത് ചെയ്യും? അടുത്ത ഒരു കുഴിയിലേക്ക് അവരെല്ലാം കൊണ്ട് തള്ളിയിടുന്നതാണ് കാണുന്നത്. ഭാഗവതത്തിലും പറയുന്നുണ്ട്, നതേ വിദ സ്വാർത്ഥഗതിം ഹി വിഷ്ണു ദുരാശയെ ബഹിരർത്ഥമാനിന അന്താ യദാന്ധേർ ഉപനീയമാനാസ്തേ തന്ത്രായാം ഉരുധാംനി ബദ്ധഃ. Person who are strongly entrapped by the consciousness of enjoying material life and who have therefore accepted as their leader or guru. അപ്പൊ ഭൗതികമായിട്ടുള്ള സെൻസ്, ഈ എൻജോയ്മെന്റിന് വേണ്ടി, ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ഒരാളെ ഗുരുവായിട്ട് സ്വീകരിച്ചു. ആ ഒരു റീസണ് വേണ്ടി. As blind men guiding by another blind man miss the right path and fall into a ditch, materially attached men led by another materially attached man are bound by the ropes of fruitive labor which are made of very strong cords, and they continue again in materialistic life, suffering the threefold miseries.
അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ശ്ലോകമാണിത്. സെയിം എന്ന് പറഞ്ഞപ്പോ എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്, ഞാനൊരു ഗുരുവാണ് എന്ന് വിചാരിക്കാം, എന്നെ നല്ല അമർത്തി കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരാള് എൻ്റെ അടുത്ത് പറയാണ്, അയാളെ കെട്ടിയിട്ടിരിക്കുക, അയാൾ പറയാണ് എന്നെ ഗുരു എന്നെ ഒന്ന് ബന്ധന വിമുക്തനാക്കിയാലും എന്ന് പറയാണ് അല്ലെ. ആദ്യം ഞാന് ഇതിൽ നിന്നും ബന്ധന വിമുക്തനാവണം, എങ്കിലേ എന്റെ ശിഷ്യനെയും ബന്ധന വിമുക്തനാക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഒരു ക്വാളിറ്റിയും ഇല്ല എന്ന് വിചാരിക്കുക, പിന്നെ എനിക്ക് അവരെ എങ്ങനെ ഉയർത്തിയെടുക്കാൻ പറ്റും? അതേമാതിരിയാണ് ഇവിടെ വളരെ ഭൗതിക ആഗ്രഹങ്ങൾ കൊണ്ട് ഓരോരുത്തരും അവരുടെ ഈഗോ അക്സെപ്റ്റ് ചെയ്യുന്ന ഗുരുക്കന്മാരെ അവര് സ്വീകരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഗുരു കൊള്ളാം, ഈ ഗുരു കൊള്ളാം അല്ലെ. ശാസ്ത്രം പറയുന്നു എപ്പോഴും നമ്മളൊരു ധിക്കാരിയാണെങ്കിൽ ഒരു ധിക്കാരിയായ ഒരു ഗുരുവിനെ കിട്ടും. നമ്മൾ ഒരു ജെന്റിൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ജെന്റിൽ ഗുരുവിനെ കിട്ടും. ഒരു കള്ളന് എപ്പോഴും ഒരു കള്ള ഗുരുവിനെ കിട്ടുള്ളൂ. അതെല്ലാം നമ്മുടെ അർഹിക്കുന്ന രീതിയിലാണ്. നമ്മളൊരു ജെന്റിൽമാൻ ആണെങ്കിൽ നമുക്കൊരു ജെന്റിൽ ഗുരുവിനെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ ഫ്രോഡ് ഗുരുക്കന്മാരെ കുറിച്ചാണ് ഇവിടെ ഈ ശ്ലോകത്തില് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹെവി വിത്ത് നോളജ്, അതാണ് ഗുരു. അപ്പൊ ഗുരുവിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? The Guru must have heard the absolute truth in a disciplic succession. അതൊരു പരമ്പരയിൽ നിന്ന് വരുന്ന ഗുരുവായിരിക്കും. പരമ്പരയിൽ നിന്ന് വന്നില്ലെങ്കിൽ തോന്നുന്നതൊക്കെ പറയും, അതൊക്കെ സ്വീകരിക്കേണ്ടി വരും. പരമ്പരയിൽ നിന്നുള്ള ഗുരുവാണെങ്കിൽ ഭഗവാനിൽ നിന്നുള്ള മെസ്സേജ് എങ്ങനെ വരണോ അത് അങ്ങനെ ഒരു പോസ്റ്റ്മാനെ പോലെ കൊടുക്കും. നമ്മൾ ഇതിനു മുമ്പ് രാമായണ ഇതിലോ ഭാഗവത സത്രത്തിലൊക്കെ പഠിച്ചു. അത് he must have realized the conclusion of the Vedas by deliberation. അദ്ദേഹം അങ്ങനെയുള്ള ഗുരുക്കന്മാര് വേദങ്ങളുടെ കൺക്ലൂഷൻ, വേദം അന്തം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. വേദം പഠിച്ചാൽ പറ്റില്ല, ഉപനിഷത്ത് പഠിച്ചാൽ പറ്റില്ല, വേദ അന്തം പഠിച്ചിരിക്കണം. കൺക്ലൂഷൻ എന്താണ്? കൺക്ലൂഷൻ വേദ ഇഷ്ട സർവൈരഹമേവ്യ വേദ്യ വേദാന്തകൃത് വേദ വിദേഹച, അതാണ് കൺക്ലൂഷൻ. എല്ലാ വേദങ്ങളിലൂടെ അറിയേണ്ടവൻ ഞാനാണ് എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു. വേദങ്ങൾ അറിയുന്ന അല്ല ആത്മീക ഗുരു, അത് ബ്രാഹ്മണൻ മാത്രമാവുന്നുള്ളൂ. വേദങ്ങൾ അറിഞ്ഞാൽ ഇന്ന് പോലെ എനിക്ക് 8 ഉപനിഷത്ത് അറിയാം, ഞാൻ നിങ്ങളുടെ ഒരു ഗുരുവായിട്ടിരിക്കുന്നു, ഒരിക്കലും ഗുരുവാവില്ല. വേദങ്ങള് ഉപനിഷത്തുകളുടെ കൺക്ലൂഷൻ, വേദ അന്ത എൻഡ്, അത് മനസ്സിലാക്കിയിരിക്കണം. അടുത്തത് he must know the essence of the scriptures, not just be a Sanskrit scholar. അപ്പൊ ആ ഗുരു എപ്പോഴും എല്ലാ ശാസ്ത്രങ്ങളുടെ എസൻസ് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ വേദങ്ങളിലൂടെ അറിയേണ്ടവൻ ഞാനാണ് എന്ന് കൃഷ്ണൻ പറയുന്നു. ബട്ട് നോട്ട് ജസ്റ്റ് ബി എ സാൻസ്ക്രിറ്റ് സ്കോളർ. ഒരു സംസ്കൃത പണ്ഡിതനാവേണ്ട ഇതില്ല. ഒരു സംസ്കൃത പണ്ഡിതനായാൽ തന്നെ ഇതിനുള്ള ക്വാളിറ്റി കിട്ടില്ല. എനിക്ക് ഇന്ന് പോലെ സംസ്കൃതം അറിയാം, ഞാൻ ഒരു ഗുരു ആവേണമെന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ, അത് ബോഗസ് ഗുരുവാണ്. സംസ്കൃത പണ്ഡിതനായില്ല എങ്കിലും എല്ലാ ശാസ്ത്രങ്ങളുടെയും എസൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. The Gurus beyond caste, creed, color and other such superficial differences. ഗുരു വന്നിട്ട് ഒരിക്കലും ഗുരുവിന്റെ വിഷനോ അല്ലെങ്കിൽ ഗുരു സ്വയമോ വിചാരിക്കരുത്. ഇപ്പൊ ഞാൻ ഈ ഒരു ജാതിയിൽ നിന്നാണ്, അപ്പൊ ഈ ജാതിയിലുള്ള ശിഷ്യന്മാര് മാത്രം മതി, അങ്ങനെയുള്ള വിഷൻ ഒരിക്കലും ഉണ്ടാവരുത്. ആത്മബോധമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ്. He cannot be purchased with any amount of money, women, increasing his followers, whatever. അപ്പൊ ഒരിക്കലും ഒരു സ്ത്രീയിലോ അതേമാതിരി കാശിലോ പണത്തിലോ ശിഷ്യന്മാരാലോ പർച്ചേസ് ചെയ്യപ്പെടുന്ന ആളായിരിക്കരുത്, അതിന് ഉപരിയായിരിക്കണം. He must have a sense control. He should be decorated with saintly qualities. സന്യാസി ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവണം. ശമം, ദമം, ശാന്തിരാർജവം, ബ്രാഹ്മണ ഗുണങ്ങൾ, ഇതെല്ലാം എന്താ പറയാ സെൻസ് കൺട്രോൾ ഉണ്ടായിരിക്കണം, ഇന്ദ്രിയ നിയന്ത്രണവും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഗുരുക്കന്മാർക്ക്. He must have dedicated his life for the satisfaction of the Lord and his Guru. ആ ഒരു ഗുരു, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗുരു എപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതം ഈശ്വരന് വേണ്ടിയും അദ്ദേഹത്തിന്റെ ഗുരുവിന് വേണ്ടിയും പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്ന ഒരു ഗുരുവായിരിക്കണം.
The Guru should preach by his own example. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗുരു പറയുന്നത് അതേ രീതിയിൽ അനുഷ്ഠാനം ചെയ്യുന്ന ഗുരു ആയിരിക്കണം സ്വന്തം ജീവിതത്തിൽ തന്നെ. ഞാൻ ഇതിനു മുമ്പേ പറയുമായിരുന്നു, ശുനപുച്ഛമിവാർത്ഥം ധർമ്മം പണ്ഡിതം ധർമ്മവർജിതം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര് സംസ്കൃത ശ്ലോകരെ എല്ലാം അറിയാം, പക്ഷെ അനുഷ്ഠാനമില്ലെങ്കിൽ ശുനപുച്ഛം പട്ടിയുടെ വാലുമാതിരിയാണ് എന്നാണ്. ധർമ്മവർജിതം അനുഷ്ഠാനം വർജിക്കുകയാണ് എങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഗുരു എപ്പോഴും, ഇപ്പൊ ഞാൻ നാമം ജപിക്കാൻ നിങ്ങളടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ നാമം ജപിച്ചിരിക്കുന്ന ആളായിരിക്കണം, അല്ലേ? അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. എന്ത് പറയുന്നു അത് സ്വജീവിതത്തില് അനുഷ്ഠിച്ച് കാണിക്കണം. ഇനിയാണ് ഏറ്റവും വലിയ ഒരു ക്വാളിഫിക്കേഷൻ, അൺഅവോയ്ഡബിൾ ക്വാളിഫിക്കേഷൻ ഓഫ് എ ഗുരു. എന്താണ്? He must be a pure devotee of the Lord and fully surrender to him. Kibaripra kibanyasi shudra kenena ye Krishna tattva vete se guru na hoya. ഒരാൾ ബ്രാഹ്മണനാവട്ടെ സന്യാസിയാവട്ടെ ശൂദ്രനാവട്ടെ ഒരു കുഴപ്പമില്ല. ഏയ് കൃഷ്ണ തത്വവേത്തെ, അയാൾക്ക് കൃഷ്ണാവബോധ തത്വം, കൃഷ്ണനാണ് ഈശ്വരൻ വിഷ്ണുവാണ് ഈശ്വരൻ എന്ന പൂർണ്ണമായ തത്വം അറിയാമെങ്കിൽ സേ ഗുരുന ഹോയ, അയാൾ ഗുരു ആയിരിക്കും. അപ്പോ ആ ഗുരുവിന്റെ ക്വാളിഫിക്കേഷൻ അതാണ്. ഒരു പരമഭക്തനായിരിക്കും ആ ഗുരു. ഒരിക്കലും ദൈവം ഇല്ല, ദൈവം ഞാനാണ് എന്ന് പറയുന്നവരല്ല ഗുരുക്കന്മാർ. ദൈവത്തിന്റെ സേവകനാണ് എന്ന് പറയുന്നവരാണ് യഥാർത്ഥ ഗുരുക്കന്മാർ. അതാണ് ചൈതന്യ ചരിതാമൃതം 8:22 ഈ ശ്ലോകം പറയുന്നുണ്ട്. ഞാനിപ്പോ അതിന്റെ അർത്ഥം പറയുണ്ടായി. whether one is a brahmana, a sannyasi or a shudra, regardless of what he is, he can become a spiritual master if he knows the science of Krishna. കാരണം കൃഷ്ണനെ സയൻസും പറഞ്ഞിട്ടുള്ളൂ, ഭഗവത്ഗീത ഇതൊക്കെ കൃഷ്ണനെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും പറഞ്ഞിട്ടില്ല. ഇത്ര അതീന്ദ്രിയമായ ജ്ഞാനം. ഇനി അഭക്തന്മാരെ കുറിച്ച് എന്ത് പറയുന്നു? പത്മപുരാണത്തിൽ പറയാം, അവൈഷ്ണവ മുഖോദ്ഗീരണം പൂതം ഹരികഥാമൃതം ശ്രവണം നൈവ കർത്തവ്യം സർപ്പോ ഉച്ഛിഷ്ടം യഥാപയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൈഷ്ണവോദ്ഗീരണം ഭക്തന്മാരല്ലാത്ത വിഷ്ണു ഭക്തന്മാരല്ലാത്തവരുടെ മുഖോദ്ഗീരണം മുഖത്തിൽ നിന്ന് വരുന്ന ഹരികഥാമൃതം, ഹരികഥ കേൾക്കരുത്. ശ്രവണം നൈവ കർത്തവ്യം, കേൾക്കാൻ പാടില്ല. എന്താ കാര്യം? സർപ്പോച്ഛിഷ്ടം യഥാപയ, പാമ്പ് ചുണ്ടണച്ച പാലില് വിഷമുണ്ട്. അതേമാതിരി അത് പാലാണെങ്കിലും പാമ്പ് ചുണ്ടണച്ചത് കൊണ്ട് വിഷമുണ്ടാവും. അതേമാതിരി ഒരു അഭക്തൻ ഭാഗവതം പറഞ്ഞാൽ പോലും നമ്മൾ കേൾക്കാൻ പാടില്ല എന്ന്. കാരണം എന്താ? അവരിതേമാതിരി വഴിതെറ്റിക്കും. 50 ദിവസം ഭാഗവതമൊക്കെ പറഞ്ഞതിന് ശേഷം 51ാമത്തെ ദിവസം വരെ ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് ശുഗമുനി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ കഥയൊക്കെ വെറുതെയാണ്, ഞാനോ വൈരാഗ്യത്തിന് വേണ്ടി ആത്മ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ അങ്ങ് കൺക്ലൂഡ് ചെയ്യും. അപ്പൊ പിന്നെ ഭഗവാന്റെ അസ്തിത്വം പോയി. അവരെ വഴി മാറ്റി നമ്മളെ സഞ്ചരിപ്പിക്കും ഇങ്ങനെയുള്ള മൂർഖന്മാർ. One should not hear anything about Krishna from non-Vaishnava. Milk touched by lips of a serpent has a poisonous effect. Similarly, talks about Krishna given by a non-Vaishnava are also poisonous. പത്മപുരാണത്തിൽ പറയണു, സത്കർമ്മ നിപുണോ വിപ്രോ മന്ത്രതന്ത്ര വിശാരദ അവൈഷ്ണവോ ഗുരുർന സ്യാദ് വൈഷ്ണവ ശപചോ ഗുരു. Even if a brahmana is a very learned in Vedic scriptures, even ഒരു ബ്രാഹ്മണനാണ്, ആ ബ്രാഹ്മണൻ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചാലും knows his 6 occupational duties of a brahmana. ബ്രാഹ്മണന്റെ എന്താ പറയുക, occupational duties ധർമ്മവും അറിയാം. എന്തൊക്കെയാണ് നമുക്കിനി പഠിക്കാം. പഠൻ പാടൻ യജൻ യാജൻ ദാനം പ്രതിഗ്രഹം, ഇതാണ് occupational duties. He cannot become a guru. ഇത്രയും ആയാൽ പോലും ആ ബ്രാഹ്മണൻ ഗുരു ആവില്ല. He is a devotee of the Lord. ഒരു ഭക്തൻ അല്ലാതെ അവൻ ഒരിക്കലും ആ വ്യക്തി ഗുരു ആവില്ല. However, if one is born in a family of dog eater, ചണ്ടാളൻ പട്ടിമാംസം തിന്നുന്നവനായാലും അവൻ ആചാരങ്ങളൊക്കെ ചെയ്ത് പരമഭക്തനാണെങ്കിൽ he can become a spiritual master. അവൻ ഒരു ഗുരു ആവാന്ന. നോക്കണേ, പത്മപുരാണത്തിൽ പറയാണ്, ഇവിടെ എവിടെ ജാതി വ്യവസ്ഥയുണ്ട്? ജാതി വ്യവസ്ഥയേ ഇല്ല, അല്ലെ? ക്വാളിറ്റിയും കർമ്മവും ഗുണവും അനുസരിച്ചിട്ടാണ്, ഗുണവും കർമ്മവും അനുസരിച്ചിട്ടാണ്
ഇതെല്ലാം പോകുന്നത്. ശാസ്ത്രങ്ങളിലൊന്നും ജാതി വ്യവസ്ഥ ഇല്ല, അത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. ശാസ്ത്രങ്ങളിലെ വരുണ വ്യവസ്ഥയാണ്. ക്വാളിറ്റിയും ആക്ഷൻ, കർമ്മവും കൊണ്ട് അത് തരംതിരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ ആണ് ഏത് ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ആണ് നിങ്ങളടുത്ത് പറഞ്ഞത്. സംസ്കൃത ശ്ലോകം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ശാസ്ത്രത്തിന്റെ എസൻസ് മനസ്സിലാക്കിയിരിക്കണം, ഒരു പരമഭക്തനായിരിക്കണം, ഭഗവാന്റെ അസ്തിത്വത്തിനെ ഒരിക്കലും എതിർത്ത് സംസാരിക്കരുത്, പാഖണ്ഡമതം പ്രചരിപ്പിക്കുന്നവനായിരിക്കരുത്, നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നവരായിരിക്കരുത്. എങ്കിൽ അങ്ങനെ ഗുരുവിനെ ത്യജിക്കണമെന്നാണ് പറഞ്ഞത്. അതാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ ഈ ഒരു ഗുരുവിന്റെ കാര്യം ഇതിൽ വന്നത് നമുക്ക് ദശരഥ മഹാരാജാവിന്റെ കഥയില് തന്റെ ഗുരു പറഞ്ഞിട്ട് തന്റെ മകനെ തന്നെ കൊടുത്തു എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വാളിഫൈഡ് ഗുരുവാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്കും കേൾക്കാം, കുഴപ്പമില്ല എന്നാണ്. ഇങ്ങനെ ഒരു ഗുരു പറയുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്കും കൊടുക്കാം. അല്ലാതെ കാണുന്നവരെയൊക്കെ ഗുരുവിനെയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതെല്ലാം ഗുരുവും കൊണ്ട് പോകും. പിന്നെ ഒരു ദിവസം പത്രത്തിൽ വരും ഗുരു പിടികിട്ടാ പുള്ളിയാണ് എന്നും പറഞ്ഞു. അപ്പോഴേ മനസ്സിലാക്കുള്ളൂ, ചേടാ ഇങ്ങനെ ആയിരുന്നു ഈ ഗുരു. അപ്പൊ അതുകൊണ്ടാണ് ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ എപ്പോഴും ക്വാളിഫിക്കേഷൻ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണം. നമ്മൾ എപ്പോഴും ആ ഗുരുവിനെ നോക്കാം. ആദ്യത്തെ ക്വാളിഫിക്കേഷൻ പരിശുദ്ധ കൃഷ്ണഭക്തനായിരിക്കണം, ആ ഗുരുവിന്റെ മേലെ ഗുരുക്കന്മാരുണ്ടായിരിക്കണം, പരമ്പര ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ടാവും. ഇപ്പോൾ നമുക്ക് സമയമായിട്ടുണ്ട്. നാളെ നമുക്ക് വിശ്വാമിത്ര മുനിയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. കൂടാതെ കുറച്ച് മുന്നോട്ടുള്ള കഥകളും നമുക്ക് പഠിക്കാം. ഇപ്പൊ നമുക്ക് മംഗളം പറഞ്ഞ് അവസാനിപ്പിക്കാം. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തി തനുജായ സർവഭൗമായ മംഗളം. വേദവേദാന്ത വേദ്യായ മേഘശ്യാമണമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം. ഹരേ കൃഷ്ണ.